ഹായ്. നമ്മുടെ ലൈഫിൽ ചില സമയത്തെ ചില ബന്ധങ്ങൾ, ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കാതിരുന്നിട്ടുണ്ടോ? അപ്പോൾ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം കേട്ടോ, എന്തുകൊണ്ട് നമ്മൾ ഇത്രയും ആഗ്രഹിച്ചിട്ട് എന്തുകൊണ്ട് അത് നേടിയില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ചില സൗഹൃദങ്ങളാവട്ടെ, എന്തോ ആവട്ടെ, നഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്താണാവോ അങ്ങനെ സംഭവിച്ചത്, അയ്യോ എനിക്ക് അത്ര നല്ലൊരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടു എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ പുറകിലൊക്കെ വലിയ വലിയ അർത്ഥങ്ങൾ ഉണ്ടെന്നുള്ളത്. കാരണം അവർ നമ്മളെ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അതിനുള്ള ഏറ്റവും വലിയൊരു ഉത്തരം. കാരണം നമ്മളെപ്പോലുള്ള ഒരാളെ അവർക്ക് എന്താ പറയുക, അംഗീകരിക്കാൻ പറ്റാത്തത് നമ്മളെപ്പോലെ അല്ല അവർ എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, നമുക്ക് ദൈവം ചില കാര്യങ്ങൾ തരാനായിട്ട് മടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വലിയൊരു കാര്യം ഉണ്ടാവും എന്നുള്ളത്. അതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ ചില വലിയ വലിയ ആഗ്രഹങ്ങൾ. അതായത് എനിക്ക് ഇന്നൊരു പൊസിഷനിൽ എത്തണമെന്ന് എൻ്റെ ആഗ്രഹം എന്നൊക്കെ ഞാൻ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ട് എന്തുകൊണ്ടായില്ല, എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ട് എനിക്ക് തന്നില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചില സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ പറയും, ആലോചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, സത്യത്തിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് ദൈവം എത്തിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച സമയത്തോ സന്ദർഭത്തിലൊന്നുമല്ല. ഒരുപാട് പാഠങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചിട്ട്, ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് തന്നിട്ട്, വലിയ വലിയ കാര്യങ്ങളിൽ കൂടെ ഒക്കെ എന്നെ കടത്തി കൊണ്ടുപോയിട്ടാണ് എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തരുന്നത്. അല്ലെങ്കിൽ എന്നിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒക്കെ, അതായത് പിന്നീട് അതിൻ്റെ പല സത്യങ്ങളും പല കാര്യങ്ങളൊക്കെ അറിയുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്തൊക്കെ ആയേനെ എന്നുള്ളത്. അത് പല ബന്ധങ്ങളും പല സ്വപ്നങ്ങളും ഒക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. അതായത് നമുക്ക് ആ ഒരു കൃത്യ ടൈമിൽ കിട്ടാത്തതിന് വ്യക്തമായിട്ടുള്ളൊരു റീസൺ ഉണ്ടാവും. അത് നമ്മൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും കേട്ടോ. അതായത് ദൈവം എന്ന് പറയണത് നിസ്സാരക്കാരനല്ല എന്നാണ്. അത് നമ്മുടെ സൃഷ്ടാവെന്ന് പറയണത്, നമ്മൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി എന്ന് പറയണത് ഒരിക്കലും ചെറുതല്ല, അത് വലിയൊരു സംഭവമാണെന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നുള്ളതാണ് കേട്ടോ.